ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ടിട്ട് തന്നെ ഒരു ചന്തമുണ്ട്. കൂടുതലായിട്ട് എന്നെ ആക്രമിക്കരുത്. ഓക്കെ, ഈ രാവിലെ നമ്മുടെ ആദ്യത്തെ സെഷനിൽ വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നാം പറഞ്ഞത്. അത് ദൈവവചനത്തിലെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ നാം പറഞ്ഞത്. ദൈവം വിവാഹത്തെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നു, അതുകൊണ്ട് നാം ഏറ്റവും പ്രധാനമായിട്ട് കാണണം. ചില വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു ഫാമിലി കോൺഫറൻസ് നടന്നു. അതിൽ ഞാനും പങ്കെടുത്തു. അതിൻ്റെ ഒടുവിലത്തെ ദിവസം വന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു സമയം കൊടുത്തു. ഈ ക്യാമ്പിൽ വന്ന് എന്ത് പ്രയോജനം ഉണ്ടായി, ദൈവം നിങ്ങളോട് എന്ത് സംസാരിച്ചു എന്ന് ചുരുക്കമായിട്ട് പറയാനൊരു അവസരം കൊടുത്തു. അപ്പോൾ അനേകർ സാക്ഷി പറഞ്ഞു. അതിൽ ഒരു ചെറുപ്പക്കാരൻ ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ എല്ലായിടത്തും അത് പറയുകയും ചെയ്യാറുണ്ട്. വിവാഹം കഴിച്ച് ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കുടുംബജീവിതം ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഇത്രയും നാള് കല്യാണം കഴിച്ചു, ഒരു കൊച്ചുണ്ട്, ഞങ്ങളെ കുടുംബമായിട്ട് ജീവിച്ചു പോവുകയാണ്, അല്ലാതെ ഇത് ഇത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണെന്ന് ഈ കോൺഫറൻസിൽ വന്ന പിന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു ഭർത്താവ് പറയുകയുണ്ടായി. നമ്മിൽ ചിലരെ സംബന്ധിച്ച് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. ഇത് ഇത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ് എന്ന് നാം ചിന്തിച്ച് കാണുകയില്ല. എന്നാൽ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ പങ്കെടുക്കുന്ന മുഖാന്തരം ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണെന്നും വളരെ സൂക്ഷ്മതയോടും പ്രാർത്ഥനയോടും കൂടെ മുന്നോട്ട് പോകേണ്ടതാണെന്നും ഒന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. മറ്റധികം കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിലും വളരെ പ്രാർത്ഥനയോടും സൂക്ഷ്മതയോടും കൂടെ നയിക്കേണ്ട ഒന്നാണ് കുടുംബജീവിതം എന്നുള്ള ഒരു ധാരണ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത പുലർത്തുവാൻ നമുക്ക് സാധിക്കും. ഈ കുടുംബജീവിതം ഇത്ര പ്രാധാന്യമുള്ളതാണെങ്കിൽ, ദൈവം ഇത്ര പ്രാധാന്യം ഇതിന് കൊടുക്കുന്നെങ്കിൽ, ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് ഇത്രയും പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നല്ല നിലയിൽ ഈ കുടുംബജീവിതം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതാണ് ഇനിയുള്ള സെഷനുകളിൽ, അതിൻ്റെ വിവിധ വശങ്ങളാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് പൊതുവായ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതം പ്രാധാന്യമർഹിക്കുന്നതായതുകൊണ്ട് കുടുംബജീവിതത്തിൽ നാം ഏറ്റവും നന്നായി വർത്തിക്കുവാൻ, ഏറ്റവും വിജയകരമായ നിലയിൽ നമ്മുടെ കുടുംബജീവിതമാക്കി തീർക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട ചില പൊതു പ്രമാണങ്ങൾ, പൊതുവെ ഉള്ള ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കുടുംബജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം ഉണ്ടായിരിക്കണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം ഉണ്ടായിരിക്കണമെന്ന്. എന്നാൽ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ആ കാര്യം ഊന്നി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, ഘടകം എന്ന് പറയുന്നത് ദൈവമാണ്. നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ ഭർത്താവല്ല, നമ്മുടെ കുഞ്ഞുങ്ങളല്ല. God is the most important factor in our life. He is the most important factor in our marriage and also in our family. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾക്കറിയാം, ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ച കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഹവ്വ ഉണ്ടായിരുന്നില്ല. ആദാം കണ്ണു തുറന്ന് ആദ്യം നോക്കിയപ്പോൾ കാണുന്നത് ഹവ്വയല്ല, പിന്നെ ആരെയാ? ദൈവത്തെയാണ് കാണുന്നത്, അല്ലേ? ആദാം കണ്ണു തുറന്നപ്പോൾ ആദ്യം ഹവ്വയല്ല കണ്ടത്, ദൈവത്തെയാണ് കണ്ടത്. ഇനി ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഹവ്വ ആദ്യം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവളും ആദ്യം കണ്ടത് ആദാമിനെ അല്ല, ദൈവത്തെയാണ്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന എന്താ? The Lord God brought the woman unto the പുരുഷന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത്, അതിനു മുമ്പ് കണ്ടില്ല. ഹവ്വ ആദ്യം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ദൈവത്തെയാണ്. ആദാം ആദ്യം കണ്ടത് ദൈവത്തെയാണ്, ഹവ്വ ആദ്യം കണ്ടത് ദൈവത്തെയാണ്. ആ ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നപ്പോഴാണ് അവർ അന്യോന്യം കണ്ടത്. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദാമിന്റെ ആദ്യത്തെ ബന്ധം
റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹൗവയുമായിട്ടല്ല, ദൈവവുമായിട്ടായിരുന്നു. ഹൗവയുടെ ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത് ആദാമുമായിട്ടല്ല, ദൈവവുമായിട്ടായിരുന്നു. അവര് രണ്ടുപേരും വേറെ വേറെ രംഗങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ ബന്ധപ്പെട്ട ആ ദൈവം അവരെ ഒരുമിച്ച് ചേർത്തപ്പോഴാണ് അവർ അന്യോന്യം കണ്ടത്. ഒന്ന് രണ്ട് നല്ല ചിന്തകൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും our primary relationship is with our Creator, not with our spouse, not with our husband, not with our wife, not with our children. നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ബന്ധം, ഏറ്റവും പ്രധാന ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധമല്ല, ഭർത്താവുമായിട്ടുള്ള ബന്ധമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാ ബന്ധങ്ങളും വരുന്നത്. ഇനി നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം, മനുഷ്യനെ ദൈവം ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. Man was made for God. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 16-ാം വാക്യം, all things were made by him and for him. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. നാം എല്ലാവരും ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടവരാണ്. All of us were made for God. അവന്റെ സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. അപ്പോൾ നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രാധാന്യം നാം കൊടുക്കേണ്ടത്, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന്. Our primary relationship and our is with God. Our greatest obligation is to God. ദൈവത്തോടാണ് നമ്മുടെ ഏറ്റവും വലിയ കടപ്പ. അത് വേറെ ആരെ കൊണ്ട് ഒന്നിനെ കൊണ്ട് നിറയ്ക്കാൻ കഴിയുകയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയെ എനിക്ക് കിട്ടിയാലും എന്റെ ജീവിതം സമ്പൂർണ്ണമാകുന്നില്ല. ദൈവത്തെ കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ആ ശൂന്യസ്ഥലം നിറയ്ക്കാൻ കഴിയുള്ളൂ. അത് ഭാര്യയെ കൊണ്ട് നിറയ്ക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, no one can do what God alone can do in our life, and no one can be to us what God alone can be to us. ദൈവം നമുക്ക് ആരായിരിക്കാൻ കഴിയുമോ അത് ലോകത്തിൽ വേറെ ആർക്കും ആയിരിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയാലും എന്റെ ജീവിതം പൂർണ്ണമായി തീരുന്നില്ല. കാരണം ഈ ലോകത്തിലെ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും നിറയ്ക്കാൻ കഴിയാത്ത ഒരു വാക്യൂം, ഒരു ശൂന്യസ്ഥലം എന്റെ ഹൃദയത്തിലുണ്ട്. അത് ദൈവത്തിന് മാത്രമേ നിറയ്ക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോ എന്താ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിനുണ്ടായിരിക്കേണ്ട പ്രാധാന്യം. എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി, എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, ഇനിയിപ്പോ ദൈവത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്ന് സാരമില്ല എന്നാരും പറയരുത്. No one can ever do for you what God alone can do for you, and no one can ever be to you what God alone can be to you. വേറെ ആർക്കും നിറയ്ക്കാൻ കഴിയാത്ത ഒരു ശൂന്യത നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യസ്ഥലം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ബന്ധം ആദാമിന്റെ ഹവ്വയുടെ കാര്യം പറഞ്ഞ പോലെ ദൈവവുമായിട്ടാണ്, മറ്റാരുമായിട്ടല്ല. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധം, നമ്മുടെ ആ കൂട്ടായ്മ ഏറ്റവും ശരിയായി പാലിക്കുക എന്നുള്ളത് കുടുംബജീവിതം ശരിയായി നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഫാമിലി കോൺഫറൻസുകളിലൊക്കെ വന്ന് കൗൺസിലിംഗ് ഒക്കെ പങ്കെടുത്ത് നല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി നല്ല കുടുംബജീവിതം ഞങ്ങൾ രണ്ടുപേരും കൂടെ നയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കുടുംബജീവിതത്തിൽ കൊടുത്താലേ ഈ പറയുന്ന പോലെയുള്ള നല്ല കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നാം പ്രത്യേകം അറിഞ്ഞിരിക്കണം, അത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. സാധാരണ കോൺഫറൻസുകളൊക്കെ നടത്തുമ്പോൾ വളരെ ചെറിയ ഒരു ഉദാഹരണം, ഒരു ഡയഗ്രം വഴി പറയാറുണ്ട്. ആ ഡയഗ്രം ഒരു ട്രയാങ്കിളാണ്. ഇന്ത്യയിൽ ട്രയാങ്കിളിന് വേറൊരു അർത്ഥമുണ്ട്. അത് പണ്ട് നാട്ടിൽ ജീവിച്ചിരുന്നവർക്കറിയാം. ഫാമിലി പ്ലാനിങ്ങിന്റെ അടയാളമാണ് ട്രയാങ്കിൾ. ഞാൻ ഈ പറയുന്ന ട്രയാങ്കിൾ അതല്ല. ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ നോട്ടിൽ, നിങ്ങളുടെ കടലാസിൽ നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഒരു ത്രികോണം. അതിന്റെ മുകളിൽ write God. On one corner write husband and on the other corner write wife.
ഗോഡ് ഹസ്ബൻഡ് വൈഫ്. ദൈവം ഭാര്യ ഭർത്താവ്. ഈ ഭാര്യയും ഭർത്താവും ദൈവത്തോട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ അടുക്കുന്തോറും, ഭാര്യയും ഭർത്താവും ദൈവമെന്ന ആ പോയിന്റിലേക്ക് കൂടുതൽ അടുക്കുന്തോറും അവർ തമ്മിലും കൂടുതൽ അടുക്കും. മനസ്സിലായോ? ഡയഗ്രത്തിൽ കൂടെ ഭാര്യയും ഭർത്താവും ദൈവമെന്ന പോയിന്റിലേക്ക് കൂടുതൽ അടുക്കുന്തോറും അവർ തമ്മിലും കൂടുതൽ അടുക്കും. ദൈവമെന്ന ആ കോമൺ പോയിന്റിൽ നിന്ന് അവരകന്നു പോകും തോറും അവർ തമ്മിലുള്ള അകൽച്ചയും വലുതായിരിക്കും. The closer you get to God, the closer you get to each other. The further you go away from God, the further you will go away from each other. ഇത് നാം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പ്രമാണമാണ്. Closeness of the husband and wife is directly proportionate to the closeness of the husband and wife to God. Closeness of the husband and wife is directly proportionate to the closeness of the husband and wife to God. അതായത് ദൈവവുമായിട്ട് ഭാര്യയും ഭർത്താവും പുലർത്തുന്ന ബന്ധത്തിന് ആനുപാതികമായിട്ട് മാത്രമേ അന്യോന്യ ബന്ധം പുലർത്താനും അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയാൽ അവർ അന്യോന്യവും അടുത്ത ബന്ധം പുലർത്തുന്നവരായിരിക്കും. ദൈവത്തിൽ നിന്ന് അവര് രണ്ടുപേരും അകന്നാണ് ജീവിക്കുന്നതെങ്കിൽ അവർ തമ്മിലുള്ള അകൽച്ചയും വളരെ വലുതായിരിക്കും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? കുടുംബജീവിതത്തിൽ എന്തെല്ലാം പ്രമാണം നാം പാലിക്കാൻ തീരുമാനിച്ചാലും, ഏറ്റവും നല്ല ഭാര്യയെ നമുക്ക് കിട്ടിയാലും, ഏറ്റവും നല്ല ഭർത്താവിനെ നമുക്ക് കിട്ടിയാലും, ദൈവത്തിന് ജീവിതത്തിൽ കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവത്തോട് ഭാര്യയും ഭർത്താവും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അടുത്ത് ജീവിക്കുന്നില്ലെങ്കിൽ, അന്യോന്യം അടുത്ത് കരുതി ജീവിക്കാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്നവരിൽ ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. Our primary relationship is with our Creator, and all other relationships are dependent on this. രണ്ടാമത്, closeness of the husband and wife is directly proportionate to the spiritual closeness of the husband and wife to God. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടുപ്പം ദൈവവുമായിട്ടുള്ളവരുടെ അടുപ്പത്തിന് ആനുപാതികമായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒന്നാമത്തെ ഘടകം ഏതാണെന്നറിയാമോ? ഫാമിലി കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ല, പ്രമാണങ്ങളെല്ലാം അനുസരിക്കുക എന്നുള്ളതല്ല, ദൈവവുമായിട്ട് ഏറ്റവും അടുത്തൊരു ബന്ധത്തിൽ പോവുക. ദൈവവുമായിട്ട് അടുത്ത ബന്ധത്തിൽ പോയാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നറിയാമോ? നമുക്കറിയാം, കുടുംബജീവിതത്തിൽ വളരെ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? വളരെ സഹിക്കേണ്ട ആവശ്യമുണ്ട്, വളരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള കഴിവ് എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ ദൈവത്തോട് വളരെ അടുത്ത് ജീവിക്കുന്നവനാണെങ്കിൽ വളരെ സ്നേഹിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടും, വളരെ ക്ഷമിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടും, വളരെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്ക് കിട്ടും. ഞാൻ ദൈവത്തോട് അത്ര അടുത്തല്ല ജീവിക്കുന്നതെങ്കിൽ എപ്പോഴും ഇറിറ്റേഷൻ ആയിരിക്കും, ക്ഷമിക്കാൻ സാധിക്കില്ല, സഹിക്കാൻ കഴിയുകയില്ല, വഹിക്കാൻ കഴിയുകയില്ല. അത് കുടുംബജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ദൈവത്തോട് ഞാൻ ഏറ്റവും അടുത്ത് ജീവിച്ചാൽ സകല കാര്യത്തിലും ദൈവം എനിക്ക് കൃപ തരും, ദൈവം എനിക്ക് സഹായം തരും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഭാര്യയും ഭർത്താവും ദൈവത്തോട് ശരിയായി ബന്ധപ്പെട്ടിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും രണ്ട് കൈകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ രണ്ട് കൈകളും വളരെ സ്നേഹത്തിലാണ്. നമ്മുടെ എല്ലാവരുടെയും രണ്ട് കൈകളും വളരെ അന്യോന്യം സഹായിക്കുന്ന രീതിയിലാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ കൈയില് ഒരു കൊതുക് വന്നിരുന്നാൽ ഉടനെ ഈ കൈ അടിക്കാനായിട്ട് വരും. ഈ കൈ ചൊറിയുന്നുണ്ടെങ്കിൽ ഉടനെ ഈ കൈ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ക്രാച്ച് ചെയ്യാനായിട്ട് വരും. ഇവർ തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലേ? ഒട്ടും സമയം എടുക്കാല്ല. ഇവിടെ കടുത്ത് കൊതുക് ഇരിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കൈ വരും, അല്ലേ? ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് ഞാൻ അടിക്കണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല, അപ്പൊ തന്നെ വരിക. എന്തോ ഒരു സ്നേഹമായിട്ടും സമാധാനമായിട്ടും സഹകരണത്തിലുമാണ് നമ്മുടെ ഈ രണ്ട് കൈകളും വർത്തിക്കുന്നത്. അതെന്താ അതിന്റെ കാരണം? അവര് അയൽക്കാരായോണ്ടാണോ? അയ്യോ, അയൽക്കാരായ ഏറ്റവും വഴക്കുണ്ടാക്കുന്നത്, അല്ലേ? അപ്പൊ അതല്ല അതിന്റെ കാരണം.
അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ രണ്ട് കൈ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? അതുമല്ല കാരണം. കാരണം ഒരു സഭയിൽ എല്ലാ ആഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുമല്ല കാരണം. പിന്നെ ഈ രണ്ട് കൈ ഇത്രയും സ്നേഹമായിട്ട് പ്രവർത്തിക്കാൻ എന്താ, സഹകരിച്ച് പ്രവർത്തിക്കാൻ എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? എൻ്റെ ഈ വലം കൈ ഈ തലയ്ക്ക് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ ഇടം കൈയും അതേ തലയ്ക്ക് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് they receive their directions from the same hair. They are linked or related to the same hair. അതുകൊണ്ടാണ് അവരൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തിൽ തന്നെ നല്ലൊരു പാഠം ദൈവം നമുക്ക് തന്നിരിക്കുക. ഈ രണ്ട് കൈകളും ഒരേ തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഒരേ തലയുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നത് കൊണ്ടും അന്യോന്യം എപ്പോഴും സഹകരിച്ച് സഹായിച്ച് ജീവിക്കാൻ അവയ്ക്ക് സാധിക്കുന്നു. ഇത് ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യങ്ങളാണ്. ഭാര്യയും ഭർത്താവും ഒരേ തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുമെങ്കിൽ, ഒരേ തലയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെങ്കിൽ അന്യോന്യം സഹായിക്കുവാനും സഹകരിക്കുവാനും അവർക്ക് സാധിക്കും. ആ കാര്യം നാം ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. ഭാര്യയും ഭർത്താവും ഈ നിലയിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ അവരുടെ കടപ്പാടുകൾ നിർവഹിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ കുടുംബജീവിതത്തിൽ ദൈവത്തിന് വളരെ സ്ഥാനമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത് ഓർപ്പിച്ചത്. അതോട് ചേർത്ത് പറയട്ടെ, ദൈവത്തിന് വളരെ സ്ഥാനമുണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കൃപകൾ വിവിധ വശങ്ങളെ കുറിച്ച് ഇന്ന് നാളെയൊക്കെ ഇനി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, എൻ്റെ മുന്നേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും? നിങ്ങൾ കേട്ട് കാണുമല്ലോ, പണ്ട് നാട്ടിലുണ്ടായ സംഭവമാണെന്നാണ് പറയുന്നത്. കല്യാണത്തിന് ഭാര്യാഭർത്താക്കന്മാരുടെ കടപ്പാടുകളെ കുറിച്ച് ഉപദേശിമാരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സമ്മതം ചോദിക്കുന്ന വേളയിൽ സമ്മതമാണോ എന്ന് പയ്യനോട് ചോദിച്ചു. പയ്യൻ പറഞ്ഞു സമ്മതമല്ലെന്ന്. ഉണ്ടായ സംഭവമാണ്. അതെന്താ? ഇങ്ങനെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഈ പറഞ്ഞതുപോലെയാണ് കുടുംബജീവിതങ്ങൾ. എന്റെ തന്നെ എന്നെ കൊണ്ട് പറ്റുകയരുത്. പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ ഒക്കെ പറഞ്ഞു, ആ കുഞ്ഞെ പ്രസംഗിച്ചത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, നീ ഇത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട, നീ ഒരു യേസൊക്കെ പറ എന്നൊക്കെ പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അവർ യേസു പറഞ്ഞെന്നാണ് പറയുന്നത്. ഉണ്ടായ സംഭവമാണെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ സമ്മതമാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് പറഞ്ഞു പോകും. കാരണം അത്രയ്ക്ക് ഗൗരവമേറിയ കാര്യങ്ങളാണിത്. നാം അതിൽ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോകുകയാണ്. സ്നേഹിക്കുക, കീഴ്പ്പെടുക, അഡ്ജസ്റ്റ് ചെയ്യുക, സഹിക്കുക, വഹിക്കുക എളുപ്പമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. കൈപ്പായിരിക്കരുത്. തിരുവഴുത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കരുതണം, പോറ്റി പുലർത്തണം. ഈ എല്ലാ കടപ്പാടുകളും കൂടെ കേൾക്കുമ്പോൾ ഇതുപോലൊന്നും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്കത് സാധിക്കും. We can lead a victorious, glorious family life by the grace of God. നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കാൻ ദൈവം വ്യാപരിപ്പിച്ചു തരുന്ന ശക്തിയാണ് കൃപ. അത് നമുക്കറിയാം. അപ്പോൾ ആ സഹായം ലഭിച്ച് ഏറ്റവും നല്ല കുടുംബജീവൻ നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഒരിക്കൽ കർത്താവിൻദാസൻ എം.എ. ജോയിച്ചാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ തന്നെ കേട്ടതാണ്. ഒരു പ്രായമുള്ള ആളും ഒരു ചെറുപ്പക്കാരനും, ഒരാള് കല്യാണം കഴിച്ച് അനേക വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളാണ്, മറ്റൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരന് അടുത്തിടെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അടുത്തിടെ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ മനസ്സിലായി വരുന്നേ ഉള്ളൂ ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ പ്രായമുള്ള അച്ചായനെ കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ചായ, ഈ കുടുംബജീവിതം എന്ന് പറയുന്ന അത്ര എളുപ്പവും പറ്റല്ലേ, വളരെ കൃപയുണ്ടല്ലേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഈ വളരെ അനുഭവസമ്പന്നനായ അച്ചാൻ പറയാണ്, വളരെ കൃപയോ എന്റെ കുഞ്ഞെ, കൊട്ടപ്പടി കൃപ വേണം, അല്ലാതെ കൊട്ടക്കണക്കിന് കൃപയുണ്ടല്ലേ ഇത് നടക്കുള്ളൂ. ഇത് ഞാന് ജോയിച്ചാൻ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാന് ഒരിടത്ത് പ്രസംഗിച്ചപ്പോ, ഒരു പത്തനംതിട്ടയിൽ ഒരു കല്യാണം നടത്തിയപ്പോ ഞാനിത് പറഞ്ഞു, ഈ ഉദാഹരണം പറഞ്ഞു. എന്നിട്ട് ഞാനതിന്റെ എന്റെ വെർഷൻ ഒരുപടി കൂട്ടി പറഞ്ഞു, കൊട്ടപ്പടിയല്ല, ചാക്ക് കണക്കിന് കൃപയുണ്ടല്ലേ ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവരെ കല്യാണം കഴിഞ്ഞു. അവര് ഗൾഫിൽ പോയി. ഈ ചെറുക്കനും പെണ്ണും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, പെൺകുട്ടിയെ പ്രത്യേകിച്ച്. ഞാൻ ഒരിക്കൽ ഗൾഫിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഈ പെൺകുട്ടിയെ ഫോൺ വിളിച്ചു. അപ്പോഴത്തേക്ക് അവർക്ക് 1-2 കുഞ്ഞുങ്ങളായി, ചില വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടോ, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു? അപ്പൊ ആ പെൺകൊച്ചു പറയാണ്, എന്റെ അങ്കിള്
അന്ന് കല്യാണം നടത്തിയപ്പോ പറഞ്ഞില്ലേ ചാക്കുപടി കൃപ വേണമെന്ന്. എൻ്റെ അങ്ങളെ ചാക്കുപടി പോരാ, ട്രക്ക് കണക്കിന് കൃപയുണ്ടേലേ ഇത് നടക്കുള്ളൂ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അത് അവളുടെ വെർഷനാണ്. അപ്പോ ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലായെന്ന അതിന്റെ അർത്ഥം അല്ലേ. അവള് പറയാ ചാക്കുംപടി കൃപ കൊണ്ട് നടക്കുകയില്ല, കാരണം ഇപ്പം കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്, എന്തെല്ലാം ബന്ധപ്പാടാണ്, ട്രക്ക് കണക്കിന് കൃപയുണ്ടേലേ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഓർക്കായിരുന്നു, ഇപ്പൊ അവര് ഗൾഫിൽ നിന്ന് അമേരിക്കയിൽ പോയി. ഇനി അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവളോട് ചോദിക്കണം, ഇപ്പോൾ ഏത് കണക്കിന്, ട്രെയിലർ കണക്കിന്, ഗൾഫിൽ ട്രക്ക് കണക്കിന് കൃപ വേണമെങ്കിൽ അമേരിക്കയിലെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അമേരിക്കയിൽ വലിയ ട്രെയിലർ കണക്കിന് കൃപയുണ്ടെങ്കിലേ അവിടെ കുടുംബജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ കൃപയാ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും, അല്ല ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, അവരവർ പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല ഒരുമിച്ച് ദൈവകൃപയ്ക്കായിട്ട് അപേക്ഷിക്കണം. കർത്താവേ, ഈ അവിടുത്തെ വചനത്തിൽ അനുശാസിക്കുന്ന നിലയിലുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള കൃപ അവിടുന്ന് തരണമേ എന്ന് ദൈവത്തോട് യാചിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനുള്ള കൃപ കിട്ടും. നമ്മളിങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ വന്ന് ദൈവം വെച്ചിരിക്കുന്ന ഈ ഉന്നതമായ സ്റ്റാൻഡേർഡ് ഒക്കെ കേട്ട് നമ്മൾ ആരും നിരാശപ്പെട്ട് വിഷമിച്ചു പോകേണ്ട കാര്യമില്ല. നമ്മുടെ കുറവുകൾ കണ്ടത് തിരുത്തണം. എന്നാൽ നമ്മുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കർത്താവേ ഇങ്ങനെ ജീവിക്കാനുള്ള കഴിവ് ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്കില്ല, അവിടുന്ന് കൃപ തരണം, അവിടുന്ന് സഹായിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഞാൻ അത്രയും പറഞ്ഞ് ആ കാര്യം അവിടെ വിടുകയാണ്. ഇനി പ്രായോഗികമായിട്ട് നമ്മുടെ കുടുംബജീവിതം എത്ര പ്രാധാന്യമേറിയതാണ്, ദൈവത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഇനി അനുദിന പ്രായോഗിക ജീവിതത്തിൽ ഈ കുടുംബജീവിതം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. വേദപുസ്തകത്തിൽ പറയുന്ന ചില പ്രമാണങ്ങൾ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രിൻസിപ്പിൾസ്, അന്യോന്യ ബന്ധങ്ങൾ ശരിയായി പാലിക്കുവാൻ നാം ഓർത്തിരിക്കേണ്ടതായ ചില വേദപുസ്തക പ്രമാണങ്ങൾ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ധാരാളം സൈക്കോളജിസ്റ്റും അതുപോലെ കൗൺസിലിങ്ങും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്, നമ്മളതിനൊന്നും എതിരല്ല. എന്നാൽ വേദപുസ്തകത്തിൽ പറയാത്ത ഒരു പ്രമാണവും ഇല്ല. ഇവരൊക്കെ പറയുന്ന അനേക പ്രമാണങ്ങളും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രമാണങ്ങളാണ്. നാം അതിനൊന്നും എതിരല്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നുള്ളത് ശരി. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ നാം പാലിക്കുമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ശരിയായി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. അപ്പോ we are going to look at some biblical principles to govern interpersonal relationships. അന്യോന്യ ബന്ധങ്ങൾ ശരിയായി പാലിച്ചു കൊണ്ടുപോകുവാൻ വേദപുസ്തകം തരുന്ന ചില നിർദ്ദേശങ്ങൾ നാം നോക്കാനായിട്ട് പോകുകയാണ്. നാം ഈ നോക്കാൻ പോകുന്ന ഈ നിർദ്ദേശങ്ങള് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അല്ല ഇതിൽ പലതും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൊതുവെ അന്യോന്യ ബന്ധങ്ങൾ നന്നായി പാലിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം ആയതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് ഒന്നാമത് നാം അവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, സഭയിലെ ആളുകൾ തമ്മിലുള്ള ബന്ധം, അതിലെല്ലാം ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം. കേവലം കുടുംബജീവിതത്തിലെ മാത്രം പ്രമാണങ്ങളല്ല ഇത്. എന്നാൽ ഏറ്റവും അടുത്തതും ഏറ്റവും പ്രാധാന്യമേറിയതുമായ ബന്ധം കുടുംബജീവിതത്തിലെ ബന്ധങ്ങളായതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് ഒന്നാമത് നമ്മൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ആ പ്രമാണങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രമാണം റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്ന പ്രമാണമാണ്. Romans chapter 15 and verse 7. റോമാലേഖനം 15-ന്റെ 7-ാമത്തെ വാക്യം. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ അന്യോന്യം കൈക്കൊള്ളുവീൻ. അവിടുത്തെ പ്രമാണം receive one another or accept one another. അന്യോന്യം കൈക്കൊള്ളണം. എങ്ങനെ കൈക്കൊള്ളണം എന്നാണ്? ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മെ കൈക്കൊണ്ടതുപോലെ. ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ കൈക്കൊണ്ടത്? നമ്മുടെ സകല കുറവുകളോടും സകല കുറ്റങ്ങളോടും സകല ബലഹീനതകളോടും കൂടെ
പൂർണ്ണമായി ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മെ കൈക്കൊണ്ടു. അതുപോലെ നാമും അന്യോന്യം കൈക്കൊള്ളണം. നമ്മുടെ ഈ ക്ലാസ്സിൽ, ഈ കോണ്ടെക്സ്റ്റിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം മാത്രമാണ് നമ്മളിപ്പോ പറയുന്നത്. അല്ലാത്ത കാര്യത്തിലും ഈ പ്രമാണം ശരിയാണ്. എന്നാൽ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ ഭാര്യയും ഭർത്താവും അന്യോന്യം കൈക്കൊള്ളുന്ന കാര്യമാണ് ഇപ്പോൾ നാം പറയുന്നത്. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോ പിതാവ് കൈക്കൊണ്ടു. ദൈവം നമ്മെ കൈക്കൊള്ളുന്നതിന്റെ ഏറ്റവും നല്ല ഒരു ചിത്രമാണ്. എങ്ങനെയാണ് മുടിയൻ പുത്രനെ പിതാവ് കൈക്കൊണ്ടത്? അവൻ ദൂരവേ നിന്ന് തന്നെ അപ്പനി മകനെ കണ്ടു, ഓടിച്ചെന്ന് കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ കൈക്കൊണ്ടു. അവന്റെ കുറവുകളെല്ലാം നീക്കിക്കഴിഞ്ഞല്ല അവനെ കൈക്കൊണ്ട്, അവന്റെ സകല കുറവുകളോടും കൂടെ കൈക്കൊണ്ട്. അങ്ങനെ നീ കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്തു? കുറവുകളൊക്കെ നീക്കാനുള്ള ശ്രമം നടത്തി. പുതിയ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു, മോതിരം കൊണ്ടുവരാൻ പറഞ്ഞു, ചെരുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവൻ കുളിച്ച് ഡ്രസ്സെല്ലാം മാറി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അവനെ നല്ല മിടുക്കനാക്കി. എന്നാൽ സ്വീകരിച്ചത് അതിന് ശേഷമല്ല. എന്റെ കുഞ്ഞെ, എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണമെന്നുണ്ട്, പക്ഷെ നിന്നെ നാറുന്നു. അതുകൊണ്ട് ആദ്യം ഒരു കാര്യം ചെയ്യേ, ഒന്ന് പോയി കുളിച്ച് ഷെയ്വൊക്കെ ചെയ്ത് ഉടുപ്പൊക്കെ മാറുക, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാം എന്നല്ല അപ്പം പറഞ്ഞത്. നമ്മൾ പലരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ എന്താ? നിന്റെ ജീവിതത്തിലെ കുറവുകളൊക്കെ ഒന്ന് മാറ്റി നീ ഒരു നല്ല കൊച്ചാക, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ കൈക്കൊള്ളാം. അപ്പൊ ഇതിന് വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ദൈവം നമ്മെ കൈക്കൊണ്ടത്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മെ കൈക്കൊണ്ടതോടും കൂടെയാ. കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് ആ കുറവുകൾ നികത്തുകയാണ്. ഭാര്യയും ഭർത്താവും ഇതുപോലെ വേണം അന്യോന്യം കൈക്കൊള്ളാൻ. അപ്പൊ ഇത് കേൾക്കുമ്പോ നിങ്ങൾ പറയും, ഞങ്ങൾ തമ്മിലൊക്കെ കൈക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇനിയിപ്പോ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് 5-8 വർഷം കഴിഞ്ഞാണോ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളണമെന്ന് പറയുന്നത്? കല്യാണം കഴിക്കുന്ന ദിവസം എന്താ പറയുന്നത്? ഇന്ന് ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ കൈക്കൊണ്ടില്ലേ ഓൾറെഡി? അതെനിക്കറിയാം. പക്ഷെ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എത്ര വിവരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു സ്ഥലത്ത് യോഗത്തിനായിട്ട് പോയി, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയിലൊരു രാജ്യത്ത്. അവിടെ ഒരു മലയാളിയുടെ വീട്ടിലാണ് താമസിച്ചത്. ആദ്യമായിട്ടാണ് അവരെ പരിചയപ്പെടുന്നത്. മലയാളികളാണ്, ബ്രദറുകാരാണ്. അപ്പൊ അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ച് അവിടെ യോഗം നടത്തുക. അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, എയർപോർട്ടിൽ വന്ന് എന്നെ സ്വീകരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ച് 1-2 ആഴ്ച അവിടെ യോഗം കൊണ്ട് അവിടെ താമസിക്കുകയാണ്. അവിടെ 1-2 അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വീട്ടിൽ ഒരു എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്ക് 1-2 ദിവസം കൊണ്ട് മനസ്സിലായി. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ തമ്മിൽ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒരു കാര്യവും സംസാരിക്കുന്നില്ല. അവർ ചിരിക്കുന്നില്ല. സ്നേഹമായിട്ട് ഒരു കാര്യവും പറയുന്നുമില്ല തമ്മിൽ. ഇപ്പോ പാല് മേടിച്ചോണ്ട് വാ, അതാ ടെക്നിക്കൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഭർത്താവ് പാല് ഉദാഹരണം പറയാം. ഭർത്താവ് പറയാണ്, ഭർത്താവാണ് അവിടെ നല്ല കുക്കിംഗ് ഒക്കെ അറിയാവുന്ന ഒരു ഭർത്താവാണ്. അദ്ദേഹം പറയാണ്, ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വന്നു. മോളെ സ്കൂളിൽ കൊണ്ടുപോകാൻ നേരമായി കേട്ടോ എന്ന് പറയുമ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടുപോകും. അവർ വർത്താനം പറയുന്നുണ്ടോ? വർത്താനം പറയുന്നുണ്ട്. പക്ഷേ പേഴ്സണലായിട്ട് ഒരു കാര്യവും പറയുന്നില്ല. അപ്പൊ എനിക്ക് ഈ സന്തോഷമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് എന്ന് പെട്ടാൽ ഭയങ്കര എംബാരസ്മെന്റ് ആണത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എനിക്കിത് വളരെ മനപ്രയാസമായി. ഞങ്ങളെല്ലാം ഇരുന്ന് ഒരുമിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇവര് വർത്താനം പറയുള്ളൂ. ഇവര് തമ്മിൽ ഒരു തമാശ പറയുകയോ ചിരിക്കുകയോ ചെയ്യുന്നില്ല. ഞാനിതിന് ഇടയ്ക്ക് കയറി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഒരു വളരെ ഭക്തനായ ഒരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഭാര്യയോട് തമാശ പറയാൻ വെക്കുന്നത് ഒരു നല്ല ലക്ഷണമാണ്. പല ഭർത്താക്കന്മാരും പലരുടെയും ഭാര്യമാരോട് തമാശയൊക്കെ പറയും. പലരുടെയും ഭാര്യമാരോട് തമാശ പറയരുതെന്നല്ല, നമ്മുടെ സഹോദരിമാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ തമാശയൊക്കെ പറയും, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വന്തം ഭാര്യയുമായി തമാശ പറഞ്ഞ് ചിരിക്കാൻ ഒക്കണം. അതൊരു ഹെൽത്തി സൈൻ ആണെന്ന് വളരെ ഭക്തനായ ഒരു സീനിയർ ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വളരെ ശരിയാണ്. അതുകൊണ്ട് ബാക്കി പെണ്ണുങ്ങളുമായിട്ട് മാത്രം തമാശ പറഞ്ഞാൽ പോരാ, സ്വന്തം ഭാര്യയുമായിട്ടും തമാശ പറയാനും ചിരിക്കാനും ഇടയാകുന്നത്
നല്ലതാണ്. ഇന്ന് മുതൽ ഇവിടെ മുഴുവൻ തമാശ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു ഈ വീട്ടിലിങ്ങനെ താമസിക്കുകയാണ്. ഞാൻ വളരെ മനപ്രയാസപ്പെട്ട് താമസിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരുമായിട്ട് അടുത്തു. അങ്ങനെയാണല്ലോ, കുറച്ച് ദിവസം താമസിക്കുമ്പോൾ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ് രണ്ടുപേരുമായിട്ടും അടുത്തു. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ എന്നോട് പതുക്കെ ഹൃദയം തുറന്ന് പറഞ്ഞു, ബ്രദറെ, എന്നേക്കാൾ പ്രായമുള്ളവരാണ് അവര്, ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായിരുന്നു. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് സഹോദരി പറഞ്ഞു. അതായത് ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജോലിയെ സംബന്ധിച്ച് തെറ്റായ ഒരു വിവരം പറഞ്ഞാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലുള്ള ജോലിയൊന്നും ഇയാൾക്ക് ഇല്ല. ഈ പ്രശ്നം അവർ കല്യാണം കഴിച്ചിട്ട് അനേക വർഷങ്ങളായി. ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുക. ഈ സഹോദരി ഭർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതുവരെ മനസ്സിൽ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേണ്ട വേണ്ട വേണ്ട, എന്നെ കളിപ്പിച്ചല്ലേ കല്യാണം കഴിച്ച, വലിയ സ്നേഹമൊന്നും കാണിക്കാൻ പറഞ്ഞ, അവിടെ നിന്നാ മതി. ഇതാണ് മനോഭാവം. പാവോട് പറയല്ല, ഇതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവര് തമ്മിൽ അടുപ്പമില്ലാത്തതിന്റെ കാരണം എന്താ? എന്നെ നീ കളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. കല്യാണം കഴിക്കുമ്പോൾ ഏതാണ്ട് വലിയ ജോലിയാന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു കഴിഞ്ഞിരിക്കും മനസ്സിലായി ആ ജോലിയില്ല, എന്നെ ചതിച്ചതാണ്. അപ്പോ ഇത്രയും വർഷമായിട്ട് ഈ ഭാര്യ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇയാളെ കാണുമ്പോഴെല്ലാം പറയുന്നത് എന്താ? എന്നെ കളിപ്പിച്ചല്ലേ. ഇതുവരെ അത് ക്ഷമിച്ച് സ്വീകരിച്ചിട്ടില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ ഭർത്താവുമായിട്ടും അടുത്തു. ഞാൻ എന്റെ ഭാഷയിലങ്ങ് പറയാണ് കേട്ടോ. ഈ കല്യാണം ആലോചിച്ച് ഉപദേശിയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഈ ഭർത്താവിന്. ആ ഭർത്താവ് ആ വാചകം ഉപയോഗിച്ചില്ല, പക്ഷെ എന്റെ സെൻസ് ഞാൻ പറയാ. ഒരു ഉപദേശിയാണ് ഇത് ആലോചിച്ചത്, അദ്ദേഹത്തെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഈ ഭർത്താവിന്. അപ്പൊ ഭർത്താവിന് ചില കാര്യങ്ങൾ ഭാര്യയെ കുറിച്ച് പറയാനുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം ശരിക്കും ഉണ്ടായ കാര്യം ഞാൻ പറയാം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? ഇവർ ഇത്രയും നാളായിട്ടും അന്യോന്യം സ്വീകരിച്ചിട്ടില്ല. ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് കല്യാണ സമയത്ത് പറഞ്ഞെന്നുള്ളത് ശരിയാണ്, പക്ഷെ മനസ്സിൽ ഇപ്പോഴും ആ റിസർവേഷൻ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അന്യോന്യം സ്വീകരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണെന്ന് പറഞ്ഞത്. കല്യാണം കഴിച്ചപ്പോൾ വളരെ പ്രതീക്ഷകളോടെയാണ് എല്ലാവരും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ. അപ്പൊ ഇനി എന്തോ ചെയ്യും? ഇനി ജീവിതകാലം മുഴുവൻ അതിന്റെ റിസെന്റ്മെന്റ് ആണ്. ജീവിതകാലം മുഴുവൻ അതിന്റെ മനപ്രയാസം, ജീവിതകാലം മുഴുവൻ മെന്റൽ ബ്ലോക്ക്, മാനസികമായ ഒരു ബ്ലോക്കാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാനിടയാകരുത്. നമ്മൾ വായിച്ച പ്രമാണം എന്താ പറയുന്നത്? ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ മറ്റേയാളിന്റെ, നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ജീവിത പങ്കാളിയുടെ കുറവുകളും കുറ്റങ്ങളും നോക്കാതെ ആ ആൾ എങ്ങനെ ആയിരിക്കുന്നുവോ ആ അവസ്ഥയിൽ തന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം. You should be willing to accept your partner with all his or her failures and shortcomings and weaknesses. ഇപ്പൊ ഭർത്താവ് മുൻകോപിയാണെന്ന് ഇരിക്കട്ടെ, ഉദാഹരണം പറയാം. ഭർത്താവ് വളരെ മുൻകോപിയാണ്. ഭാര്യയ്ക്ക് കല്യാണം കഴിക്കുന്നത് അറിയത്തില്ലായിരുന്നു, അറിയാനും ചിലപ്പോൾ കിട്ടത്തില്ലായിരുന്നു. ഏതായാലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വളരെ സ്നേഹമായിട്ടൊക്കെയാണ് എപ്പോഴും ഏർപ്പെട്ടത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് ഇത്രയും മുൻകോപിയാണെന്ന് മനസ്സിലായത്. അപ്പൊ എന്ത് ചെയ്യണം? ഭാര്യ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഈ കാര്യം ഹാൻഡിൽ ചെയ്യണം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? പ്രായോഗികമായ കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ. തീരെ പറഞ്ഞാൽ പോരല്ലോ. എങ്ങനെയാണ് ഇത് ദൈവസന്നിധിയിൽ കൈകാര്യം ചെയ്യുന്നത്? ദൈവമേ, എന്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ഒരു മുൻകോപിയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. അത് ഒരു രാത്രി കൊണ്ട് ആ സ്വഭാവം മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ എന്റെ ഭർത്താവായിട്ട് എന്റെ ഹൃദയത്തിൽ പൂർണ്ണമായി 100% ഞാൻ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് കീഴ്പ്പെടാനും അദ്ദേഹം പറയുന്ന കേൾക്കാനും ബഹുമാനിക്കാനും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം? എന്നിട്ട് സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കൊണ്ടും സ്നേഹമായ പെരുമാറ്റം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും മറ്റു പല നിലകളിലും ഭർത്താവിന്റെ സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട്
ഞാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ചെയ്യേണ്ടത്. മുടിയൻ പുത്രനെ ആദ്യം സ്വീകരിച്ച് കഴിഞ്ഞിട്ടാണ് അവന്റെ കുറവുകളൊക്കെ പരിഹരിച്ച് നന്നാക്കാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, കുറവെല്ലാം പരിഹരിച്ചു കഴിഞ്ഞിട്ട് ഇയാളെ സ്വീകരിക്കൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അത് നടക്കാതെ പോയി എന്ന് വരാം. ഭാര്യയിൽ ചില ദുർഗുണങ്ങൾ, എനിക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഭാര്യയിലുണ്ട്. കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. അപ്പൊ ഇനി എന്തോ ചെയ്യണം? പിണങ്ങിയിരുന്നാൽ ശരിയാകുമോ? പിണങ്ങിയിരുന്നാൽ ശരിയാകില്ല. നീ നിന്നെ തന്നെ ഒന്ന് ശരിയാക്ക, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ശരിയായിട്ടൊക്കെ സ്നേഹിക്കാം. അങ്ങനെയാണോ? അല്ല. എന്റെ ഭാര്യയ്ക്ക് ഈ മൈനസ് പോയിന്റ്സ് ഉണ്ട്, ഈ ബലഹീനതകളുണ്ട്, ഈ കുറവുകളുണ്ട്. അത് മനസ്സിലാക്കി തന്നെ ഐ അക്സെപ്റ്റ് യു ജസ്റ്റ് ആസ് യു ആർ, ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് അക്സെപ്റ്റഡ് മീ വിത്ത് ഓൾ മൈ ഫെയിലിയേഴ്സ്. എന്റെ സകല കുറവുകളോടും കൂടെ ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി എന്നെ സ്വീകരിച്ചതുപോലെ നിനക്ക് ഈ കുറവുകൾ, കുറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ ഭാര്യയായിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു, ആ നിലയിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആ നിലയിൽ ഞാൻ നിന്നെ കരുതും. എന്നിട്ട് ദൈവകൃപയാൽ, പ്രാർത്ഥനയാലും, ഉപദേശത്താലും, ആത്മീയ സഹായത്താലും നല്ല മാതൃക കാണിച്ച് നിന്റെ കുറവ് നികത്താനായിട്ട് ഞാൻ പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ അന്യോന്യം കൈക്കൊള്ളുക എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ ആ ആളെ സ്നേഹിക്കുന്നതിനോ അംഗീകരിക്കുന്നതിനോ ഒരിക്കലും തടസ്സമാകാൻ പാടില്ല. പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ ഭർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നത്. എന്റെ ഭർത്താവായി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയാണ്. എന്റെ ഭാര്യയായി ദൈവം എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അവളെ സ്വീകരിക്കുകയാണ്. അപ്പോ ആ ആൾ എങ്ങനെ പെരുമാറുന്നു, സ്വഭാവം എത്ര നല്ലതാണ്, എത്ര കരുതുന്നു, എത്ര സ്നേഹിക്കുന്നു, എത്ര അനുസരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല സ്വീകരിക്കുന്നത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ദൈവം എന്റെ ജീവിത പങ്കാളിയായി, എനിക്ക് കൂട്ടാളിയായിട്ട് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ സഹോദരിയെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വീകരിക്കുകയാണ്. അങ്ങ് പ്രാർത്ഥിച്ച് ആ ആളുടെ ജീവിതത്തിലെ കുറവ് മാറ്റാനായിട്ട് നാം ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ പ്രമാണം, അക്സെപ്റ്റ് വൺ അനദർ. Let us ask this question to ourselves. നമുക്ക് നമ്മോട് തന്നെ ഈ ലളിതമായ ചോദ്യം ചോദിക്കാം. Have I accepted my partner fully? എന്റെ ജീവിത പങ്കാളിയെ പൂർണ്ണമായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? എന്നോട് കൂടെ ഇരിക്കാൻ, ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ ദൈവം എനിക്ക് തന്ന ജീവിത പങ്കാളിയാണതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, അത് വേറൊരു കാര്യം. എന്നാൽ അക്സെപ്റ്റൻസ് ഒരിക്കലും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കണം. ഇനി രണ്ടാമത്തെ ഒരു പ്രമാണം ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. 15-ാം അധ്യായം, റോമാലേഖനം 15-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം, കൂട്ടുകാരനെ പ്രസാദിപ്പിക്കണം. സോ ഇവിടുത്തെ പ്രമാണം, പ്ലീസ് വൺ അനദർ ഓർ സെർവ് വൺ അനദർ. അന്യോന്യം പ്രസാദിപ്പിക്കുക, അന്യോന്യം ആവശ്യങ്ങൾ നിറവേറ്റുക, അന്യോന്യം ശുശ്രൂഷിക്കുക. അതാണ് ഇവിടുത്തെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ ജീവിതത്തിൽ, ക്രിസ്തീയ കുടുംബത്തിൽ നമ്മുടെ പ്രമാണം എന്തായിരിക്കണം? മറ്റേയാളിന്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റണം, മറ്റേയാളെ ഞാൻ സെർവ് ചെയ്യണം. ലോകത്തിലെ ചിന്താഗതിയും ക്രിസ്തീയ മാർഗത്തിന്റെ ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസമില്ല. ലോകത്തിന്റെ ചിന്താഗതി എന്താണെന്നറിയാമോ? ഞാൻ വിവാഹം കഴിക്കുന്നു, എന്തിനു വേണ്ടിയാ? എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ മനുഷ്യർക്കും ആവശ്യങ്ങളുണ്ട്. All human beings have needs. പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. We have physical needs, we have spiritual needs, we have psychological needs or mental needs. ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും വേണം. ഈ ലോകത്തിന്റെ ചിന്താഗതി, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോ ആ ആളെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ എന്താ? ഈ ആൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം?
എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി എന്നെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നെ സംതൃപ്തിപ്പെടുത്തണം, എന്നെ സന്തോഷിപ്പിക്കണം, എന്നെ സെർവ് ചെയ്യണം. അതാണ് ലോകത്തിൽ വിവാഹത്തെ കുറിച്ചുള്ള ചിന്താഗതി. ഞാൻ ഒരാൾ വിവാഹം കഴിക്കുന്നു കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളും അയാൾ നിറവേറ്റും. എന്നാൽ ക്രിസ്തീയ മാർഗത്തിന് വ്യത്യാസമില്ല. എന്താണെന്നറിയാമോ? I am entering marriage not to meet my own need. I am entering marriage because God has called me into this relationship to serve another child of God. ഒരു ദൈവ പൈതലിനെ, മറ്റൊരു ദൈവ പൈതലിനെ, ദൈവത്തിന്റെ ഒരു മകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു മകൾ, അവരുടെ അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഈ ബന്ധത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ എന്റെ ലക്ഷ്യം എന്താ? ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ക്രിസ്തീയ ഭർത്താവ് എന്ന നിലയ്ക്ക്, ക്രിസ്തീയ ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ ലക്ഷ്യം ഇവളെ കൊണ്ട് എന്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല. വളരെ ആവശ്യങ്ങളുള്ള ഇവളുടെ സകല ആവശ്യങ്ങളും തൃപ്തികരമായി മീറ്റ് ചെയ്യാനായിട്ട് എന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ നൽകുക. So the aim in my married life should not be to get her to please myself, to meet my need, but rather I try to meet the need of my partner. എൻ്റെ ജീവിത പങ്കാളിയുടെ ഇമോഷണൽ, സ്പിരിച്വൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഇതാണ് വേദപുസ്തക പ്രകാരമുള്ള പ്രമാണം എന്ന് പറയുന്നത്. So you are not entering marriage for your own benefit. You are there to serve another person and meet the other person's need. ഇവിടെയാണ് നിസ്വാർത്ഥതയ്ക്ക് സ്ഥാനം വരുന്നത്, അൺസെൽഫിഷ്നെസ്സിന് സ്ഥാനം വരുന്നത്. ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്വാർത്ഥതയാണ്. എന്റെ ആവശ്യം നീ മീറ്റ് ചെയ്യണം. അങ്ങനെ വിവാഹത്തിൽ പ്രവേശിക്കാനുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? എത്ര നാൾ കഴിഞ്ഞാലും എൻ്റെ ആവശ്യം പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നത്തില്ല. അതിലിപ്പോഴും നീ കുറവ് വരുത്തുകയാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പോ പതുക്കെ ബലം പ്രയോഗിക്കാൻ തുടങ്ങും. നീ എൻ്റെ ആവശ്യങ്ങളെല്ലാം ശരിയായി നിറവേറ്റുന്നില്ല, അപ്പോ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. Come on, you meet my need. നീ എൻ്റെ ആവശ്യം നിറവേറ്റാൻ. അതിൽ കുറവ് വരുന്നു എന്ന് കാണുമ്പോ പ്രഷർ ചെയ്യാനായിട്ട്, സമ്മർദ്ദം ചെലുത്താനായിട്ട് തുടങ്ങും. അപ്പൊ മറ്റേയാള് എതിർക്കും, റിസന്റ് ചെയ്യും. അങ്ങനെ അത് വഴക്കിൽ കലാശിക്കും. അപ്പൊ രണ്ടുപേരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. രണ്ടുപേരും അന്യോന്യം ഡിമാൻഡ് ചെയ്യാം. The husband says, come on, you meet my need. The wife says, come on, you meet my need. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടുപേർക്കും തൃപ്തികരമായിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ the principle of serving one another, അന്യോന്യം ശുശ്രൂഷിക്കുക എന്നുള്ള പ്രമാണം പറയുന്നത്, I am here to serve you and meet your need. ഞാൻ ഈ ബന്ധത്തിൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ കൂടെ ഇരിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ഒരു മകൻ, ദൈവത്തിന്റെ ഒരു മകൾ, അവരുടെ ആവശ്യം അവന്റെ ആവശ്യം നിറവേറ്റാനാണ് ഞാൻ ഈ ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഫാക്ടർ, ഒരു ഘടകം എന്ന് പറയുന്നത് ഇതാണ്. എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ആദാമിന്റെ സന്തതിയിൽപ്പെട്ടവരാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത് എൻ്റെ റൈറ്റ്സ്, മൈ റൈറ്റ്സ്, എൻ്റെ അവകാശങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, എന്നെ തൃപ്തിപ്പെടുത്തണം, എന്നെ സന്തോഷിപ്പിക്കണം, എൻ്റെ കാര്യം നടക്കണം. അതാണ് ബേസിക്കലി സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. ഇതെല്ലാ മനുഷ്യരിലുമാണ്. അതിന്റെ ഡിഗ്രിയിൽ വ്യത്യാസം കാണുന്നേ ഉള്ളൂ. നമ്മിലെല്ലാവരിലും ഉണ്ട് ഞാൻ എൻ്റെ. വിവാഹ ജീവിതത്തിലും അതാണ് മുഴച്ച് മുൻപിൽ വരുന്നത്. നീ എൻ്റെ കാര്യം നോക്കണം, എൻ്റെ റൈറ്റ്സ്, എൻ്റെ അവകാശങ്ങൾ നീ അംഗീകരിച്ചു തരണം. അത് ശരിയായി നടക്കാതെ വരുമ്പോൾ ടെൻഷനായി, ഡിമാൻഡായി, വഴക്കായി. പക്ഷെ വാസ്തവത്തിൽ വേദപുസ്തക പ്രകാരം വിവാഹം എന്ന് പറയുന്നത് മറ്റേ ആളിന്റെ, അവരുടെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ അവകാശങ്ങൾ ഞാൻ അടിയറ വെക്കുകയാണ്. According to the Bible, marriage is two people mutually agreeing to lay down their rights for the benefit of the other. That's a beautiful sentence, isn't it? Marriage is
two people mutually agree to lay down their rights for the benefit of the other. മറ്റേയാളിന്റെ നന്മയ്ക്ക് വേണ്ടി അവരവരുടെ അവകാശങ്ങൾ ബലികഴിക്കുവാൻ രണ്ടുപേര് തയ്യാറാകുന്നതാണ് വിവാഹം. ലോകത്തിലെ കോൺസെപ്റ്റ് എങ്ങനെ? ലോകത്തിന്റെ ചിന്താഗതി എങ്ങനെ? എന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ എന്നെ പ്രസാദിപ്പിക്കാൻ ഒരു പങ്കാളിയെ ഞാൻ കണ്ടുപിടിക്കുന്നു, അതാണ് വിവാഹം. ക്രിസ്തീയ വീക്ഷണത്തിൽ മറ്റേയാളിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. So in Christian marriage, self-rights are forgotten and each one thinks of the other. ക്രിസ്തീയ വിവാഹത്തിൽ സ്വയമായ അവകാശം ഡിമാൻഡ്സ് അതിന് സ്ഥാനമില്ല. പിന്നെ മറ്റേയാളിന്റെ അവകാശങ്ങൾക്കാണ് സ്ഥാനമുള്ളത്. അപ്പൊ നമ്മളിവിടെ വായിച്ച പ്രമാണം എന്താ? Serve one another. അന്യോന്യം ശുശ്രൂഷിക്കുക. Please one another. അന്യോന്യം പ്രസാദിപ്പിക്കുക. Meet the need of your partner and your need will automatically be met. നിന്റെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കുക. അപ്പോൾ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടുകൊള്ളും. ഇതാണ് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വിവാഹ ജീവിതത്തിലെ പ്രമാണം. Give yourself and experience the joy of giving. And when you give yourself, you will get what you ought to get. നീ കൊടുക്കേണ്ടതുപോലെ മറ്റേയാൾക്ക് കൊടുക്കുമ്പോൾ, അത് ശാരീരികമായിട്ടാണേലും മാനസികമായിട്ടാണേലും ഇമോഷണലായിട്ടാണെങ്കിലും മറ്റേയാളിന്റെ നന്മയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൈവം വഴിയുണ്ടാക്കും. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് പ്രയാസം? ഞാൻ മുമ്പേ പറഞ്ഞ കാരണം കൊണ്ട്. നമ്മളെല്ലാം ആദാമ്യ സന്തതിയാണ്. ഈ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അമ്മമാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ജനിക്കുമ്പം കൈ ഇങ്ങനെ അല്ലേ? കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് ഇങ്ങനല്ല, കൈ ഇങ്ങനെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ കൊടുക്കുന്നൊരർത്ഥമാണ്. എന്താണെന്നറിയാമോ? ഇന്ന് മുതൽ വേണ്ട ഞാൻ വിട്ടുകൊടുക്കുക. എവിടെല്ലാം പിടിക്കാമോ, wherever I can grab all my life, I am going to grab from today. അങ്ങനെ പറഞ്ഞോണ്ടായി ഭൂമിയിലേക്ക് വരുന്നത് തന്നെ. പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വിട്ടുകൊടുക്കൂ. ജനിച്ചപ്പോഴേ ഇങ്ങനെ പറഞ്ഞോണ്ടാവുന്നത്. നമ്മുടെ കർത്താവ് മരിച്ചപ്പോ ഇങ്ങനല്ല മരിച്ചത്. കർത്താവ് എല്ലാം തരുന്നു. ഐ എം ഗിവിങ് അപ്പ് എവ്രിതിങ്. ഇങ്ങനെയാണ് കർത്താവ് മരിച്ചത്. അപ്പോ ഈ അടിസ്ഥാനപരമായ ആദാമ്യ പ്രകൃതി നമുക്കുള്ളത് കൊണ്ട് സ്വാർത്ഥത എന്നുള്ളത് നമ്മളെല്ലാവരിലും രൂഢമൂലമായിരിക്കുന്ന ഒരു കാര്യമാണ്. സെൽഫിഷ്നെസ് ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഈച്ച് വൺ ഓഫ് us. വളരെ ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കാര്യത്തെക്കാൾ മറ്റേയാളുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രവി സക്കറിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അത് കേട്ട് കണ്ട് ഞാൻ വിചാരിക്കുന്നു. 2 ആനകൾ കാട്ടിൽ വലിയൊരു വരൾച്ച ഉണ്ടായപ്പോൾ വെള്ളം തേടി നടക്കുകയാണ്. കാട്ടിൽ വെള്ളമില്ല. ഒരു കൊമ്പനാനയും പിടിയാനയും, ഭാര്യയും ഭർത്താവും, അവര് കാട്ടിൽ ഇങ്ങനെ വെള്ളം തേടി നടക്കുകയാണ്. കുറേ ദൂരം നടന്നപ്പോൾ ഒരു ചെറിയ കുളം കണ്ടു. അവിടെ അല്പം വെള്ളമുണ്ട്. 2 ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഇല്ല, എന്നാലും അല്പം വെള്ളമുണ്ട്. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വളരെ ദാഹിക്കുന്നുണ്ടല്ലോ, കുടിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അതായത് കൊമ്പനാന പറഞ്ഞു, അയ്യോ ഞാനല്ല കുടിക്കേണ്ടത്, നീയല്ലേ കുടിക്കേണ്ടത്, നിനക്കല്ലേ ദാഹിക്കുന്നത്, നീ കുടിക്കേ. അപ്പോൾ അവളെ പറഞ്ഞു, അല്ലല്ല നിങ്ങൾ കുടിക്കാദ്യം, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടേ ഞാൻ കുടിക്കാം. അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു നീ കുടിക്കുക, ഭാര്യ പറഞ്ഞു നീ കുടിക്കുക. അപ്പൊ കുറെ നേരമായിട്ട് രണ്ടുപേരും കുടിക്കുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വേറെ വല്ല മൃഗങ്ങളും വന്ന് ഇത് കുടിച്ചോണ്ട് പോകും, അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു. രണ്ടുപേരും തുമ്പിക്കൈ ഇങ്ങനെ വെള്ളത്തിലോട്ടിടും. വെള്ളത്തിന്റെ സർഫസിൽ മുകളിൽ രണ്ടുപേരും ഇങ്ങനെ തുമ്പിക്കൈ ടച്ച് ചെയ്ത് വെക്കും, തൊട്ട് വെക്കും. എന്നിട്ട് 1 2 3 എന്ന് പറയുമ്പോ, ആരെ 1 2 3 പറയുമെന്ന് ചോദിക്കല്ലേ, ഇത് കഥ പറയുകയാണ്. ഓക്കെ, 1 2 3 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടുപേരും കുടിക്കണം. അപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായി.
അപ്പൊ അവര് സമ്മതിച്ചു, നല്ല ഒരു സജഷനാണ്. അപ്പൊ രണ്ടുപേരും തുമ്പിക്കൈ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ വെച്ചു. ഭർത്താവ് 1 2 3 പറഞ്ഞു. അപ്പൊ ഇനി രണ്ടുപേരും കുടിക്കണം, അതാണ് അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ എത്ര കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ വാട്ടർ ലെവല് താഴോട്ട് പോകുന്നില്ല, വെള്ളത്തിന്റെ ലെവല് താഴോട്ട് പോകുന്നില്ല. എന്താ കാരണം? രണ്ടുപേരും കുടിക്കുന്നില്ല. ഈ ഭാര്യ വിചാരിക്കുക പുള്ളി കുടിക്കട്ടെന്ന്, ഭർത്താവ് വിചാരിക്കുക അവള് കുടിക്കട്ടെന്ന്. നല്ലൊരു കഥയല്ലേ? അപ്പൊ ഈ കഥ കേട്ടപ്പോ എനിക്ക് വേറൊരു കാര്യം തോന്നി. ഇത് മനുഷ്യരുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടായോണ്ട് ആരാണ്ട് മിടുക്കന്മാർ ഇത് ആനയുടെ പേര് പറഞ്ഞിരിക്കുക. മനുഷ്യരുടെ കാര്യത്തിൽ ഇത് നടക്കാൻ കുറച്ച് പാടാ, അതുകൊണ്ട് ഇത് ആനയുടെ പേരിൽ ഇത് ആരാണ്ട് പറഞ്ഞിരിക്കുക. ആട്ടെ, ആനയുടെ കാര്യം ആണേലും സാരമില്ല, നല്ലൊരു കഥയാ. നാം ഇപ്പോൾ പറഞ്ഞു വരുന്ന പ്രമാണം ഇതാണ്: മീറ്റ് ദ നീഡ് ഓഫ് യുവർ പാർട്ട്ണർ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വളരെ നീഡ്സ് ഉള്ള, വളരെ ആവശ്യങ്ങളുള്ള ഒരാളെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ ഒരു ഭാര്യയാണെങ്കിൽ വളരെ ആവശ്യങ്ങളുള്ള, മാനസികമായി, ശാരീരികമായി, ആത്മീയമായി, ഇമോഷണലായി പലതരത്തിലുള്ള ആവശ്യങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉണ്ട് ആവശ്യങ്ങൾ. അങ്ങനെയുള്ള ഒരാളെ ദൈവം ഭാര്യയായ നിന്റെ കൈ കൊണ്ട് തന്നിരിക്കുക. അപ്പൊ നിന്റെ ജോലി എന്താണെന്നറിയാമോ? ഭാര്യയുടെ ജോലി ഇദ്ദേഹത്തിന്റെ സകല ആവശ്യങ്ങളും നിറവേറ്റി, പ്രസാദിപ്പിച്ച്, സന്തോഷിപ്പിച്ച്, കരുതി ഏറ്റവും നന്നായി ഇദ്ദേഹത്തിന്റെ ജീവിതം തീരത്തക്കവണ്ണം അവനോട് വർത്തിക്കണം. അതാണ് ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. തിരിച്ചും ശരിയാ. വളരെ ആവശ്യങ്ങളുള്ള ഒരു ദൈവത്തിന്റെ മകളെ ദൈവം ഭർത്താക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ജോലി എന്താ? അവരുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ നിറവേറ്റി, അവരെ സന്തോഷിപ്പിച്ച്, അവരെ കരുതി, സംരക്ഷിച്ച് ദൈവസന്നിധിയിൽ ഒരു ദിവസം കൊണ്ട് പ്രസന്റ് ചെയ്യണം. ഒരു വാക്യം ഈ ബന്ധത്തിൽ, ആ പോയിന്റിൽ നിന്ന് പോകാതെ തന്നെ ഞാനൊന്ന് വായിക്കട്ടെ. നമുക്കറിയാവുന്ന വാക്യമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ പറയുമ്പോൾ ക്രിസ്തു ചെയ്യുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്ത് ചെയ്യുന്നെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, 26 മുതൽ അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ക്രിസ്തു ചെയ്യുന്ന കാര്യം നമ്മുടെ ഭാഷയിൽ നമുക്കൊന്ന് പറയാം, ലളിതമായ ഭാഷയിൽ, സഭയെ ഏറ്റവും കരുതി, കറയും ചുളുക്കവും ഒന്നുമില്ലാതെ ഒരു പെർഫെക്റ്റ് ചർച്ചായിട്ട്, സഭയായിട്ട് പിതാവിന്റെ സന്നിധിയിൽ ഒരു ദിവസം കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാനായിട്ട് ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതെന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഭർത്താക്കന്മാർ അതുപോലെ ചെയ്യണം എന്ന് പറയാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭർത്താക്കന്മാരായി നാം ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യണം. അപ്പൊ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഭാര്യയെ ഏറ്റവും സ്നേഹിച്ച്, ഏറ്റവും കരുതി, കറയും ചുരുക്കവും ഒന്നുമില്ലാത്തവളായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായി എന്റെ ഭാര്യയുടെ ജീവിതത്തെ കുറിച്ചുള്ളത് നിറവേറ്റുവാൻ സകല സഹായവും നൽകി ഒരു ദിവസം ദൈവസന്നിധിയിൽ, ദൈവമേ, നീ ഇതാ എന്നോടുകൂടി ഇരിക്കാൻ എനിക്ക് തന്നിട്ടുള്ള ഭാര്യ, അവളെ ഏറ്റവും പെർഫെക്റ്റായി ഞാനിതാ നിനക്ക് തിരിച്ചേൽപ്പിക്കുന്നു, നിന്റെ സന്നിധിയിൽ ഞാൻ അവളെ പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയാൻ ഭർത്താക്കന്മാരായി നമുക്ക് സാധിക്കണം. എൻ്റെ ഭാര്യയെക്കുറിച്ച് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായി നിറവേറ്റുവാൻ അവളെ സഹായിക്കുന്ന ഒരു ഭർത്താവായിട്ട് ഞാൻ ഇരിക്കണം. ഐ ഷുഡ് ബി എ ഹസ്ബൻഡ് ഹു വുഡ് ഹെൽപ്പ്. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നിറവേറ്റുവാൻ ഭർത്താവിനെ സഹായിക്കുന്ന നിലയിൽ തൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി, കരുതി ദൈവത്തിന് മുൻപാകെ നിങ്ങളുടെ കടപ്പാടുകൾ നിർവഹിക്കുവാൻ ഭാര്യമാരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഭാഗം വിടാം. കുടുംബജീവിതത്തിലെ ഈ പ്രമാണം എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളതല്ല, ഈ ബന്ധത്തിൽ കൂടെ എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്താവിഷയം. നോട്ട് വാട്ട് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മാരേജ്, ബട്ട് വാട്ട് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് to my partner
ത്രൂ ദിസ് റിലേഷൻഷിപ്പ്. ഈ ബന്ധം വഴി എൻ്റെ ജീവിത പങ്കാളിക്ക് എന്ത് കൊടുക്കാൻ എനിക്ക് സാധിക്കും, അതായിരിക്കണം നമ്മുടെ ചിന്താ വിഷയം. പൂർണ്ണമായി സ്വീകരിക്കുക, സ്വീകരിച്ച ശേഷം കുറവുകൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്, serve one another or please one another. അന്യോന്യം കരുതുക, അന്യോന്യം ശുശ്രൂഷിക്കുക, അന്യോന്യം സേവിക്കുക. മർക്കോസ് 10:45 നമ്മുടെ കർത്താവിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോ കർത്താവാണ് ഉദാഹരണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, റോമർ 15 ആദ്യത്തെ വാക്യം വായിച്ചപ്പോഴും അവിടെയും ഉദാഹരണം കർത്താവ് തന്നെ, മാതൃക. എങ്ങനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ്, ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി കൈക്കൊണ്ടതുപോലെ കൈക്കൊള്ളണം. രണ്ടാമത്, എങ്ങനെ അന്യോന്യം പ്രസാദിപ്പിക്കണമെന്ന് പറഞ്ഞ്, ക്രിസ്തു ചെയ്തതുപോലെ. അതിന് റോമർ 15:3 പറയുന്നുണ്ട്, ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. അപ്പോ അന്യോന്യം പ്രസാദിപ്പിക്കണം. എങ്ങനെ? ക്രിസ്തു ചെയ്തതുപോലെ, തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാൻ വന്നതുപോലെ. ആകട്ടെ, ഇനി മൂന്നാമത് ഒരു പ്രമാണത്തിലേക്ക് നമുക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 and verse 12. 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. വേറൊരു പ്രമാണം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു പ്രമാണം ഇവിടെയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേവലം ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യമല്ല, എല്ലാവരുടെയും കാര്യമാണ്. എന്നാൽ നാം ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒന്നാമത് അപ്ലൈ ചെയ്യുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം കൂടെ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. 13 verse 34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. ഇവിടെ കർത്താവിനെ തന്നെ മാതൃകയാക്കി വേറൊരു കാര്യം പറയാണ്, ലവ് വൺ അനദർ. വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്നേഹം എല്ലാ ബന്ധങ്ങളിലും കാണണം. നിങ്ങൾക്കറിയാം, സ്നേഹം ഏറ്റവും കാണേണ്ടത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യായമാണ്. നിങ്ങൾ ഒരു കാര്യം ആ അധ്യായത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തില് 6 പ്രാവശ്യം സ്നേഹം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. അതായത് അതിന്റെ 22-ാം വാക്യത്തിലാണല്ലോ ഭാര്യമാരെ ഭർത്താവിന് കീഴ്പ്പെടും എന്ന് പറയുന്നത്. 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ 6 പ്രാവശ്യം സ്നേഹം എന്ന് ഉള്ള വാക്ക് വന്നിട്ടുണ്ട് വേദപുസ്തകത്തിൽ. സ്നേഹിക്കണമെന്ന് ഭർത്താക്കന്മാരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 5-ൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. 25-ാമത്തെ വാക്യം 5-25. എന്നാൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം എന്ന് നേരിട്ടൊരു കൽപ്പനയായി ആ നിലയിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ തീത്തോസിന്റെ ലേഖനത്തിൽ ഭാര്യമാര് ഭർതൃപ്രിയമാരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അല്പം വ്യത്യാസമുള്ള ഒരു വാക്കാണ്. എന്നാൽ ഞാൻ ആ വ്യത്യാസങ്ങൾ ഇപ്പോൾ മാറ്റിവെച്ചിട്ട് ആ വ്യത്യാസങ്ങളെ കുറിച്ച് പറയാതെ ഒരു പൊതുപ്രമാണം എന്ന നിലയ്ക്ക് ഇത് പറയാം. എന്താ? നാം അന്യോന്യം സ്നേഹിക്കണം. ഇവിടെ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ വേദപുസ്തകം ഉദ്ദേശിക്കുന്ന സ്നേഹം? അതങ്ങനെ പറയാൻ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഭാഷയിൽ നമുക്ക് വേറൊരു വാക്കുണ്ട്, ഇഷ്ടം, ലൈക്കിങ്, ഇഷ്ടപ്പെടുക. ഹിന്ദിയില് പസന്ത് കർണ എന്നൊരു വാക്കുണ്ട്, ഹിന്ദി അറിയാവുന്നവർക്കറിയാം. അതാണ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. സ്നേഹിക്കുക എന്ന് പറയുന്നതും ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്. വേദപുസ്തകത്തിൽ എങ്ങും അന്യോന്യം ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെല്ലാം കറങ്ങിയത്. എന്താ കാര്യം? ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ആ സഹോദരിയുടെ ചിരി എങ്ങോട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ചിലരുടെ സംസാരം നമുക്ക് ചൊറിഞ്ഞു കയറും അല്ലേ? നാട്ടിലെ ഭാഷ പറഞ്ഞാൽ വർത്താനം കേട്ടാ ചൊറിഞ്ഞു. അത് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തോ ചെയ്യും? സ്തോത്രം.
ദൈവം വളരെ പ്രാക്ടിക്കലായിട്ട് വേദപുസ്തകത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബൈബിൾ ഈസ് വെരി ഇന്റൻസ്ലി പ്രാക്ടിക്കൽ. വളരെ പ്രാക്ടിക്കലാണ് വേദപുസ്തകം. ആട്ടെ, ഈ സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന ഒരു കാര്യം വേറൊരാളിൽ കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഉണ്ടാകുന്ന ആ അടുപ്പമാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുക, ഒരു വിദൂരദേശത്തെ അവിടെ ഒരാളെ കണ്ടു, അയാൾ മലയാളിയാണ്. അപ്പൊ പെട്ടെന്നൊരു ഇഷ്ടം വന്നു അല്ലേ? മലയാളത്തിൽ അച്ചായോ അളിയാന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു ഇഷ്ടം അങ്ങോട്ട് വന്നു. അത് വേദപുസ്തകത്തിലെ സ്നേഹമല്ല. കള്ളൂടിയന്മാർ തമ്മിൽ എന്തോ ഒരു സ്നേഹമാണെന്നറിയാം. വിളിക്കുന്നത് തന്നെ അളിയാന്ന്, കേട്ടിട്ടില്ലേ നാട്ടില്? തോളത്തെ കൈയൊക്കെ ഇട്ട് ഷാപ്പിലോട്ട് പോകുമ്പോൾ അളിയാന്ന് വിളിച്ചോണ്ടാ പോകുന്നത്. അത് സ്നേഹമാണോ? അത് സ്നേഹമല്ല, അത് ഇഷ്ടമാണ്. അത് ഏത് ഇഷ്ടമാണ്? അവനും കുടിയനാ, ഞാനും കുടിയനാ. അപ്പൊ ഈ കള്ളും തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, അതാണ് ഇഷ്ടം. മലയാളിയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, ബ്രദറുകാരനും തമ്മിലുള്ള അറ്റാച്ച്മെന്റ്. വേദപുസ്തകത്തിലെ സ്നേഹം എന്ന് പറയുന്ന അതല്ല. വേദപുസ്തകത്തിൽ ഒരിടത്തും ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ 3:16 ഗോഡ് സോ ലൈക്ക് ദ വേൾഡ് എന്നല്ല, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ ഇഷ്ടപ്പെട്ടെന്നല്ല. ഞാനിപ്പോൾ ഒരു പാട്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, ഒരു ലവർ ഓഫ് മ്യൂസിക് ആണെങ്കിൽ, നന്നായിട്ട് പാടുന്ന ഒരാളെ കാണുമ്പോൾ ഉടനെ എനിക്ക് ഇഷ്ടപ്പെടും. അത് പാട്ടും തമ്മിലുള്ള ആകർഷണമാണ്. വേദപുസ്തകത്തിൽ സ്നേഹിക്കണമെന്ന് പറയുന്നത് ആ ആശയത്തിലല്ല. ഇത് മനസ്സിലാക്കിയാൽ വളരെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും. പ്രിയപ്പെട്ടവരെ, പലരുടെ പല കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലെന്ന് വന്നേക്കാം. ഇഷ്ടപ്പെടാൻ ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും ഇഷ്ടപ്പെടുകയെന്ന് വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, സാരമില്ല. ആ സഹോദരിയുടെ സംസാരം എനിക്ക് തീരെ പിടിക്കുന്നില്ല, പിടിക്കണമെന്ന് വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്താ അതിന്റെ വ്യത്യാസം? അഗപ്പെ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാം. അതാണ് ദൈവസ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അഗപ്പെ എന്ന് പറഞ്ഞാൽ മറ്റേയാളിന്റെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. അഗപ്പെ ഇസ് എ കമ്മിറ്റ്മെന്റ് ഫോർ ദി അൾട്ടിമേറ്റ് വെൽബീയിങ് ഓഫ് ദി അതർ പേഴ്സൺ. മറ്റേയാളിന്റെ ആത്യന്തിക നന്മയ്ക്കായുള്ള സമർപ്പണം, അതാണ് അഗപ്പെ. അപ്പോൾ വേദപുസ്തകം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് നമ്മോട് ഭയങ്കര ഇഷ്ടമാണ് എന്നല്ല. ദൈവത്തിന് ഇഷ്ടമാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അതല്ല എൻ്റെ പ്രൈമറി മീനിങ്. ദൈവത്തിന് ഈയിടെയായിട്ട് എന്നോട് ഭയങ്കര ചൂട് കയറിയിരിക്കുകയാണ്, അതുമല്ല. നമ്മുടെ സ്നേഹം അങ്ങനെയാണല്ലോ അല്ലേ? ചിലപ്പോൾ ചിലരോടങ്ങോട്ട് ചൂട് കയറിയാ കടിച്ച് തിന്നുന്ന സ്നേഹമാണ്. ഒരാഴ്ച കഴിയുമ്പോൾ കേൾക്കാം ഇപ്പൊ അവര് തമ്മിൽ മിണ്ടാട്ടം ഇല്ല. അതിനെ കേട്ടിട്ടില്ലേ? ഒരു കാലത്ത് ഒരുമിച്ചേ നടക്കൂ, നാട്ടിൽ പറയുന്ന പോലെ ഒരു കുഴി ചാകാൻ നടക്കുക. ഇപ്പൊ രണ്ടുപേര് കണ്ടാൽ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോണ്ട് പോകും. അത് വേദപുസ്തകത്തിന്റെ സ്നേഹമല്ല, അത് കള്ളുകുടിയന്മാരുടെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മറ്റേയാളിന്റെ ആത്യന്തിക നന്മയ്ക്കായി നിന്നെ തന്നെ സമർപ്പിക്കുക. അഗപ്പെ is a commitment for the ultimate well-being of the other person, irrespective of his state, condition or response. മറ്റേയാളിന്റെ അവസ്ഥയോ പ്രതികരണമോ യോഗ്യതയോ കണക്കിലെടുക്കാതെ ആ ആളുടെ ആത്യന്തിക നന്മയ്ക്കായുള്ള സമർപ്പണം, അതാണ് അഗപ്പെ. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേയാൾ ആരാണെന്നോ എങ്ങനെയാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ എനിക്കെതിരെ എന്ത് പറഞ്ഞെന്നോ അതൊന്നും വിഷയമല്ല അഗപ്പയ്ക്ക്. മറ്റേയാളുടെ ആത്യന്തിക നന്മയാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യുക. Agape is a commitment for the ultimate well-being of the other person. വില്യം മാക്ഡൊണാൾഡ് അഗപ്പയ്ക്ക് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: ലവ് ഈസ് എ കാൽക്കുലേറ്റഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. മനഃപൂർവമായി നാം അവലംബിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് സ്നേഹം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചൂടല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ല, മനഃപൂർവമായി മറ്റേയാളിന്റെ നന്മയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുക, അതാണ് സ്നേഹം. അപ്പൊ എന്തിനാ നിർമ്മാണം പറയുകയാണ്? നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മറ്റേയാളിന്റെ നന്മ കണക്കാക്കി എപ്പോഴും പ്രവർത്തിക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റുമായിട്ട് വളരെ ബന്ധമുള്ളൊരു പോയിന്റാണിത്. എൻ്റെ ചിന്ത എപ്പോഴും എൻ്റെ ഭാര്യയുടെ നന്മയായിരിക്കണം. എൻ്റെ കാര്യം സാധിക്കുക എന്നല്ല, എൻ്റെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക അല്ല എൻ്റെ പ്രധാന ജോലി. എൻ്റെ ഭാര്യയുടെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക.
പ്രിയപ്പെട്ടവരെ, നാം രണ്ടുപേരും അങ്ങനെ ചെയ്താൽ ഭാര്യ ഭർത്താവിന്റെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും ഭർത്താവ് ഭാര്യയുടെ ഇൻട്രസ്റ്റ് നോക്കുകയും ചെയ്താൽ ആ കുടുംബജീവിതം എത്രയോ ധന്യമായിരിക്കും. സ്നേഹം എന്താ പറയുന്നതെന്നറിയാമോ? I will support you to get over your weakness. Yes, I realize you have a weakness, but I will support you to get over your weakness. നിനക്കൊരു ബലഹീനത ഉണ്ടെന്ന് എനിക്കറിയാം. ആ ബലഹീനതയെ നീ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം. അതാണ് സ്നേഹം പറയുന്നത്. ഒടുവില് ഒരു പ്രമാണം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ. കൊലോസ് ലേഖനം 3-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം കൂടെ ഈ കാര്യം ഒന്ന് ഉറപ്പിക്കാനായിട്ട് അതും കൂടെ ഒന്ന് വായിച്ചു കൊള്ളട്ടെ. എഫീഷ്യൻസ് 4:32. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരുടെയും കാര്യമാണ്. എന്നാൽ നമ്മള് ഇപ്പോ ഏറ്റവും അടുത്ത ബന്ധം ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ഈ വാക്യങ്ങൾ അപ്ലൈ ചെയ്യാം. Forgive one another. എങ്ങനെ? ക്രിസ്തു ക്ഷമിച്ചതുപോലെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ 4 പ്രമാണങ്ങളാണ് പറഞ്ഞത്. ഈ 4 പ്രമാണത്തിലും ക്രിസ്തു വരുന്നുണ്ട്. ക്രിസ്തു സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം, ക്രിസ്തു ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കണം, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. 4-ാമത്തെ പ്രമാണം ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രമാണമാണിത്. Forgive one another. അതെന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ ആവശ്യം വരുന്നത്? റീസൺ ഈസ് വെരി സിമ്പിൾ അല്ലേ? There is no perfect husband or there is no perfect wife. പൂർണ്ണതയുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ പൂർണ്ണതയുള്ള ഭർത്താവ്, അങ്ങനൊരു കാര്യം ഇല്ല. Two forgivers make the best marriage. നന്നായി ക്ഷമിക്കാൻ കഴിയുന്ന 2 പേരാണ് കുടുംബജീവിതത്തിൽ വിജയത്തിൽ എത്തുന്നത്. അന്യോന്യം ക്ഷമിക്കുക. നമ്മളെല്ലാം കുറവുള്ളവരാണ്. ചില തെറ്റുകൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്താൽ അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ പറയുമ്പോഴും 1 മാസം കഴിഞ്ഞാണേലും പിന്നെ അതിനെക്കുറിച്ച് പറയും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഭാര്യയുടെ സംസാരത്തിൽ അല്ലെങ്കിൽ ഇടപാടിൽ തെറ്റ് വന്ന് കാണാം, ഭർത്താവിൽ പരാജയം വന്ന് കാണാം. എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം? ക്രിസ്തു ക്ഷമിച്ചതുപോലെ. ക്രിസ്തു എങ്ങനെയാണ് ക്ഷമിച്ചത്? പ്രിയപ്പെട്ടവരെ, കണക്കും എണ്ണവും കണക്കുമില്ലാതാണ് ക്ഷമിച്ചത്. കർത്താവ് നമ്മോട് ക്ഷമിച്ച അത്രയും ഈ ലോകത്തിൽ ആരോടും ക്ഷമിക്കാൻ നമുക്ക് ആവശ്യം വരികയില്ല. You will never have to forgive another human being as much as God has forgiven us. ദൈവം നമ്മോട് ക്ഷമിച്ച അത്രയും ഈ ലോകത്തിൽ ആരോടും ക്ഷമിക്കാൻ നമുക്ക് ആവശ്യമില്ല. കർത്താവ് രൂപം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒരാള് തന്റെ യജമാനന് വലിയൊരു തുക കടംപെട്ടിരുന്നു. അവന് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ക്ഷമിക്കണേന്ന് പറഞ്ഞു. ക്ഷമിച്ചു. അവൻ പോകുമ്പോ വളരെ ചെറിയൊരു തുക തനിക്ക് കടംപെട്ടിരുന്ന ഒരു കൂട്ടുദാസനെ കണ്ട് അവന്റെ കഴുത്തിന് കയറി പിടിച്ചതാ അല്ലേ? എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറിയത്? അവന് ലഭിച്ച വലിയ ക്ഷമയുടെ മഹത്വം അവൻ മറന്നുപോയി. He lost the awe and wonder of the forgiveness he himself received. അവന് ലഭിച്ച ആ വലിയ ക്ഷമയുടെ മഹത്വം അവൻ മറന്നുപോയി. അതുകൊണ്ട് കൂട്ടുകാരന്റെ ചെറിയ കുറ്റത്തെ കയറി പിടിച്ചിരിക്കുക. നമ്മളോട് ദൈവം എത്ര ക്ഷമയായിട്ടാണ് ഏർപ്പെടുന്നത് അല്ലേ? എന്തുമാത്രം ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. അത് ഓർത്താൽ നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് ക്ഷമിക്കാൻ നമുക്ക് മനസ്സ് വരണ്ടേ? ചിലപ്പോൾ ദേഷ്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കാണും.
അത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുക, അല്ലേ? എന്നാലും ഇന്നാൾ നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അത് ദേഷ്യം വന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ, അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതങ്ങ് ക്ഷമിച്ചാൽ പോരെ? പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിൽ ക്ഷമയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞിട്ടുണ്ട് തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, വി ഡോണ്ട് ഹാവ് എ പെർഫെക്റ്റ് മാരേജ് ബട്ട് വി ഹാവ് എ ഗ്രേറ്റ് വൺ. ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല, പക്ഷേ കുഴപ്പമുണ്ടാകും. കുടുംബജീവിതത്തെയോ നമ്മുടെ ജീവിതത്തെയോ ബാധിക്കാതെ അപ്രധാനമായ കാര്യങ്ങൾ, വി.എസ്. അച്യുതാനന്ദൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും കാര്യം പറഞ്ഞ് ഭാര്യയും ഭർത്താവിനെ വഴക്കുണ്ടാക്കണം വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? അവരെന്തുപേരും പറയട്ടെ, എന്തുപേരും ചെയ്യട്ടെ, അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ പിണക്കേണ്ട വല്ല കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. ഇനി വേറൊരു കാര്യം, ചിലപ്പോൾ ഒരു കാര്യം തന്നെ പറഞ്ഞ് ഭാര്യയും ഭർത്താവിനോട് വഴക്കുണ്ടാക്കും. രണ്ടുപേരും ഒരു കാര്യമാണ് പറയുന്നത്, പക്ഷെ അവർ വഴക്കുണ്ടാക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ്, അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം, ഇംഗ്ലീഷിൽ പറയാം. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയോട് പറയാണ്, there isn't much difference between the two. അപ്പൊ ഭാര്യ പറയാം, നോ 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 there is some difference between the two. ഞാൻ പറയാ, എടി ആ രണ്ട് കാര്യം തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. ഭാര്യ പറയാം, അല്ലല്ല അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരു കാര്യമാണ്, അല്ലേ? ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നാണ്. So I say there isn't much difference between the two. She says there is some difference between the two. See, we are saying the same. ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? Go into all the world and win all the arguments എന്നല്ല, win all the people. You may win the argument but you will lose the person. ഇതിലേതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോണം. ചിലപ്പോൾ നമ്മൾ വാദിച്ചാൽ ജയിച്ചെന്നിരിക്കും, പക്ഷേ വാദം ജയിച്ചു, പക്ഷെ ആളെ നഷ്ടപ്പെട്ടു, ആള് പിണങ്ങി. അതാണോ വേണ്ടിയത്? ഇതിലേതാ നല്ലത്? ബി വില്ലിംഗ് ടു ലൂസ് ദി ആർഗ്യുമെന്റ് ആൻഡ് വിൻ ദ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. വാദം തോറ്റാലും സാരമില്ല, ആളെ നേടണം. ഭൂലോകമൊക്കെയും പോയി സകല വാദവും ജയിപ്പീനെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. വാദത്തിൽ തോറ്റത് കൊണ്ട് ഭർത്താവായ ഞാൻ എങ്ങനെ വാദത്തിൽ തോക്കുന്നത്? ഇന്ത്യൻ ഭർത്താവായ ഞാൻ വാദത്തിൽ തോറ്റാൽ അയ്യോ വലിയ കുറച്ചില്ല എന്ന് ആരും വിചാരിക്കണ്ട. വാദം തോറ്റാലും കുഴപ്പമൊന്നുമില്ല, ആളെ നേടിയാൽ മതി. 4 കാര്യം നമ്മൾ പറഞ്ഞു. 1, accept your partner just as he is, she is. Number 2, please your partner or serve your partner, meet the need of your partner. Number 3, love your partner, seek the ultimate well-being of your partner. And number 4, forgive your partner. Why? Because we are all imperfect. നാം എല്ലാവരും അപരിപൂർണരായ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് വളരെ ക്ഷമിക്കാൻ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും നാം പഠിക്കണം. ദൈവം നമ്മെ സഹായിക്കും.